ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ടൈഗർ ഷറഫ് നായകനെത്തിയ ഗണപതി എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് സിനിമ കണ്ട പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. ഞാൻ ഗണപത കാണാൻ വന്നത് നല്ല മൂവിയായിരുന്നു. ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ. ടൈഗറിൻ്റെ ആക്ടിങ് ആയാലും നല്ലതായിരുന്നു. ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. സാധാ ആക്ഷൻ മൂവീസിൽ നിന്നും ഭയങ്കര കുറച്ചുകൂടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം ഭയങ്കര നല്ലതായിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ എൻട്രി എല്ലാം ആക്ടിങ് എല്ലാം നല്ലതായിരുന്നു. കണ്ടവർ പലരും പറഞ്ഞു ലൈഗറുമായിട്ട് കുറച്ച് സാമ്യം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി, ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. കുറച്ച് മുന്നോട്ടുള്ള കാലം എടുത്തു കളിക്കുന്ന രീതിയാണ്. ഇനി സെക്കൻഡ് പാർട്ട് ഇറങ്ങും. ടൈഗറിന്റെ ആക്ടിങ് എങ്ങനെയാണ്? ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ പഴയ ഒരു സിനിമകളൊക്കെ വെച്ച്? തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാനൊരു ടൈഗർ ഫാനാണ്. കാണുന്നുണ്ട്. ആക്ഷൻസ് ഒന്നും പറയാമല്ലോ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രത്തിൽ? ഇതിൽ നല്ലതായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള മൂവീസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും? തീർച്ചയായിട്ടും ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഗണപതി ഭയങ്കര ബോർ മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശയാണ് ഉണ്ടായത്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പടം കാണാൻ വേണ്ടിയാണ് കയറിയത്. ട്രെയിലർ ഇന്നലെ കണ്ടപ്പോഴേ ഭയങ്കര ബോറിംഗ്. ട്രെയിലർ എനിക്ക് കുറേ നാളെ ഇന്നലെ കണ്ടത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കാരണം മറ്റവൻ്റെ മുഖത്തൊന്നും വരുന്നില്ല. നായകൻ്റെ മുഖത്ത് വല്ലതും വന്നാലല്ലേ നമുക്ക് കണ്ടിരിക്കാനെങ്കിലും തോന്നുള്ളൂ. ബച്ചൻസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് മിക്കവാറും സെക്കൻഡിലുള്ള അതിന് വേണ്ടിയായിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷേ ഉള്ളത് കുഴപ്പമില്ല. പിന്നെ മലയാളത്തിന് റഹ്മാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനും ചെയ്യേണ്ട മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ മോശമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടുള്ള കാര്യമില്ല. നല്ല ലാഗായിരുന്നു സത്യം. ആർക്കും അത്ര കണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്കല്ല എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ടുമടുത്താണ്. ഇപ്പം ഭാഗ്യമൊക്കെ നമ്മൾ കണ്ട് ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. വേറെ വ്യത്യാസമൊന്നുമില്ല ആക്ഷൻ സീക്വൻസിൽ പോലും. മ്യൂസിക്കും പോരാ, ഒന്നും പോരാ. നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും നമുക്ക് എന്നാൽ കണ്ടിരിക്കാം. ഒരു അടിപ്പടമാണെങ്കിൽ അങ്ങനത്തെ രീതിക്കെങ്കിലും കണ്ടിരിക്കാം. അതുപോലും പറ്റുന്നില്ല ഈ പടത്തിന്. വളരെ ബോറിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര നിരാശയാണ് തോന്നി ഈ പടത്തെ കണ്ടിട്ട്.